ക്വസ്റ്റ്യൻ ഇതാണ്. Using Green's theorem, evaluate work done. Using Green's theorem, evaluate work done. Using Green's theorem, evaluate work done by F vector equal to. Using Green's theorem, evaluate work done by F vector equal to e raised to 2x minus y cube I vector plus sin y plus x cube j vector plus x cube j vector on a particle that travels once around the circle x square plus y square equal to 4 in counterclockwise direction. So that is the question. നമുക്ക് ഇവിടെ ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ. Work done indication integral over C F vector dot dr vector. By using Green's theorem, this is equal to integral over C m dx plus n dy closed integral ആയിരിക്കും. കാരണം C closed curve ആണ്. അപ്പോൾ C closed curve ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു വട്ടം ഇന്റഗ്രലിന്റെ നടുവിൽ m dx plus n dy which is equal to double integral over r dou n by dou y dou n by dou x dou n by dou x dou n by dou x minus dou m by dou y dou n by dou x minus dou m by dou y. Dou n by dou x minus dou m by dou y dA. Dou n by dou x minus dou m by dou y dA. So നമ്മൾ dou n by dou y ആദ്യം കാണണം. Dou n by dou y equal to ഇവിടെ sin y നെ with respect to y ചെയ്യുമ്പോൾ cos y x cube ൽ y ഇല്ല, so it becomes 0, so cos y plus 0. Cos y plus 0. So dou n y by dou x. Dou x ആണ്. Yes, yes. Correct. Dou n by dou x ചെയ്യുമ്പോൾ 3x square. Yes. Dou n by dou x ആണ്. Dou n by dou x is equal to 3x square.
3x square. Dou m by dou x is equal to 2 into dou n by dou y ആണ്. Dou m by dou y equal to minus 3y square. Minus 3y square. Minus 3y square. Okay, so അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So this is equal to double integral over r 3x square. ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, സോ ദാറ്റ് ബിക്കം പ്ലസ് 3y square dA. സോ നമ്മൾ ജസ്റ്റ് ആ ചിത്രം ഒന്ന് വരച്ചു നോക്കാം. ചിത്രം പറയുന്നത് സർക്കിൾ ഏതാണ്? റേഡിയസ് 2 ആണ് അല്ലെ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ റേഡിയസ് 2 ആണ്. സോ ഇതാണ് സർക്കിൾ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് 2 2 2 2. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റീജൻ. ഇതാണ് R. സോ നമ്മൾ ഇത് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പോളാർ കോർഡിനേറ്റ്സ്, അതായിരിക്കും ഏറ്റവും എളുപ്പം. ഇത് 3 പുറത്തേക്ക് എടുക്കുക. സോ ഡബിൾ ഇന്റഗ്രൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇന്നലെ ചെയ്തോ? എനിക്കൊരു ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ഒരു ഓർമ്മ. ഓക്കെ, ഇതേപോലത്തെ ചെയ്തു അല്ലെ? 3 into x square plus y square dA എന്ന് എഴുതാം. സോ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് ആർ സ്ക്വയർ എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ ഡി എനെ മൊത്തത്തിൽ നമ്മൾ പോളാർ ഇന്റഗ്രൽ ആയിട്ട് മാറ്റുക. പോളാർ ഇന്റഗ്രൽ നമ്മൾ ലാസ്റ്റ് സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് ആർ സ്ക്വയർ ആവും. സോ 3 പുറത്തേക്ക് എടുക്കുക. 3 into ആദ്യം തീറ്റയുടെ ലിമിറ്റ്, ഇവിടെ ഫുൾ സർക്കിൾ ആണ്. ഫുൾ സർക്കിൾ ഉണ്ടെങ്കിൽ തീറ്റയുടെ ലിമിറ്റ് 0 to 2π എടുക്കണം. ആറിന്റെ ലിമിറ്റ് റേഡിയസ് എടുത്താൽ മതി. റേഡിയസ് 2 ആണ്. സോ ഇന്റഗ്രൽ 0 to 2 വരും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് ആർ സ്ക്വയർ ആവും. പിന്നെ ആർ ഡി ആർ ഡി എ എന്നുള്ളത് ആർ ഡി ആർ ഡി തീറ്റ. നമ്മൾ ലാസ്റ്റ് സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് പോളാർ ഇന്റഗ്രൽസ്. ആ ഒരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത ആൻസർ ആയി. നത്തിങ് ഡിഫിക്കൽട്ട്. സോ എപ്പോഴും സർക്കിൾ വരികയാണെങ്കിൽ കൂടുതലും പോളാർ ഇന്റഗ്രൽസ് ആവും യൂസ് ചെയ്യേണ്ടി വരിക. ഒരുവിധം എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെയാണ് കാണുന്നത്. സർക്കിൾ വരുന്ന സമയത്ത് പോളാർ ഇന്റഗ്രൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഓക്കെ, so that is equal to ഡെയിലി പഠിച്ചാലേ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഇവിടുത്തെ ക്ലാസ് മാത്രം കേട്ട് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ജസ്റ്റ് ഒരു മണിക്കൂർ ക്ലാസ് എടുത്ത 1 മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം ഡെയിലി. ഓക്കെ, സോ 3 into integral 0 to 2π r square into r cube. r cube ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r raised to 4/4 limit 0 to 2 d theta. So that is 3 into integral 0 to 2π r raised to 4 പറയുമ്പോൾ 2 raised to 4/4 minus 0 d theta. 2 raised to 4 എന്ന് പറഞ്ഞാൽ 16. 16/4 is 4. So ആ 4 പുറത്തേക്ക് എടുക്കുമ്പോൾ 12. Integral to 0 to 2π d theta. So 12 into 2π minus 0. That is 24π. Answer is 24π. So that's a simple question. So work done എന്ന് പറഞ്ഞാൽ integral over c f vector dot dr vector ആണ്. സോ അവിടെ ഗ്രീൻസ് തിയറം യൂസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഈ ഒരു മൊത്തം ഇന്റഗ്രലിനെ എന്തിലേക്ക് മാറ്റിയ? ഡബിൾ ഇന്റഗ്രലിലേക്ക് മാറ്റിയ. ഡബിൾ ഇന്റഗ്രലിലേക്ക് മാറ്റാനുള്ള മെത്തേഡാണ് ഇപ്പൊ പറഞ്ഞത്. ഇൻസൈഡ് റീജിയൻ ആർ എടുക്കുക. ആ ബൗണ്ടറി, ആ കർവ് എൻക്ലോസ് ചെയ്യുന്ന റീജിയനെ ആർ എന്ന് വിളിക്കുക. എന്നിട്ട് നമ്മൾ ത്രൂ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എൻ ബൈ ഡോ വൈ കണ്ടിട്ട് അത് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ സർക്കിൾ ആകുമ്പോൾ ഇന്റഗ്രേഷൻ എളുപ്പമാവുക പോളാർ ഇന്റഗ്രൽ യൂസ് ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ അത് ഡിഫിക്കൽട്ട് ആയിരിക്കും ഇന്റഗ്രേറ്റ് ചെയ്യാൻ. ഓക്കെ,
സർക്കിൾ പോളാർ ഇന്റഗ്രൽ യൂസ് ചെയ്യാതെ ചെയ്യുമ്പോൾ എങ്ങനെ വരും? നമ്മളിങ്ങനെ വെർട്ടിക്കൽ ലൈൻ എടുക്കണം. അപ്പൊ മൈനസ് റൂട്ട് ഓഫ് 4 - x² വൈയുടെ ലിമിറ്റ് പ്ലസ് റൂട്ട് ഓഫ് 4 - x² അപ്പർ ലിമിറ്റ് വരും. എക്സിന്റെ ലിമിറ്റ് -2 to 2 വരും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇന്റഗ്രൽ ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഓക്കെ, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം പോളാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അല്ല നമ്മൾ ഗ്രീൻസ് തിയറം യൂസ് ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എടുക്കണം. x ഈക്വൽ ടു 2 cos t, y ഈക്വൽ ടു 2 sin t. കാരണം റേഡിയസ് 2 ആണല്ലോ. y ഈക്വൽ ടു 2 sin t എടുക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഫോമിലേക്ക് മാറ്റിയിട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്താലും ടഫ് തന്നെയാണ്. കാരണം ഇവിടെ എക്സിന് സ്ഥാനത്ത് e⁻² cos t വരും, സൈൻ ക്യൂബ് ടി വരും. അങ്ങനെ ഇന്റഗ്രേഷൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ഗ്രീൻസ് തിയറം യൂസ് ചെയ്യുക, അതിന്റെ ഒപ്പം തന്നെ പോളാർ ഇന്റഗ്രലും യൂസ് ചെയ്യുക. അപ്പൊ നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈസ് ഇറ്റ് ക്ലിയർ ടു എവരിവൺ? എനി ഡൗട്ട്? ഇതുപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഓക്കെ, ജസ്റ്റ് ഈ എമ്മും എന്നും മാറിയതേ ഉള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ, ഓക്കെ. ഞാൻ എന്റെ സിസ്റ്റത്തിന്റെ റാം ഒന്ന് മാറ്റി നോക്കട്ടെ. ഇത് ഭയങ്കര സ്ലോ ആവുക. നാളെ എങ്ങാനും പോയി മാറ്റാം. ഈ ലോക്ക്ഡൌൺ കഴിയാതെ തുറക്കൂല. ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ്, ഇത് കാണാപ്പാഠം പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത്. കാണാപ്പാഠം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ വരുള്ളൂ. നമുക്ക് ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഏരിയ യൂസിങ് ഗ്രീൻസ് തിയറം. ഏരിയ യൂസിങ് ഗ്രീൻസ് തിയറം. ഏരിയ യൂസിങ് ഗ്രീൻസ് തിയറം. ഓക്കെ, ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ ഏരിയ ഈക്വൽ ടു 1/2 ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി 1/2 closed interval over C minus y dx plus x dy minus y dx plus x dy. That is equation. ഇത് നമ്മൾ തിരിച്ച് യൂസ് ചെയ്യാണ്. ഇതിന്റെ പ്രൂഫ് എങ്ങനെയാന്ന് വെച്ചാല്, പ്രൂഫ് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞുതരാണ്. ഏരിയയുടെ ഇക്വേഷൻ നമുക്ക് അറിയാം, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ ആണ് ഏരിയയുടെ ഇക്വേഷൻ. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ നമ്മൾ ലാസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചു അല്ലെ. ഏരിയ കണ്ടുപിടിക്കാൻ ഡബിൾ ഇന്റഗ്രൽ യൂസ് ചെയ്ത് ഏരിയ കാണിക്കാൻ എഫ് ഓഫ് എക്സ് ബൈ 1 ആയിട്ട് എടുക്കുക. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ ചെയ്ത് നമുക്ക് ഏരിയ കിട്ടും. സോ ഇതിനെ നമുക്ക് ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ ആയിരിക്കും. എക്സ് ഡി വൈ. ഓക്കെ, എക്സ് ഡി വൈ. അതുപോലെ ഏരിയ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ്. ഓക്കെ, ഓക്കെ. ഇതെന്താ വെച്ചാൽ നമ്മള് ഈ എം വൈ എന്ന് പറയുന്നത് എം വൈ ഈക്വൽ ടു 1 അല്ലേ വരിക. എം വൈ ഈക്വൽ ടു 1. അപ്പൊ എം വൈനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് എം ഈക്വൽ ടു വൈ പ്ലസ് സം ജി ഓഫ് എക്സ് എഴുതാം. ഓക്കെ, പിന്നെ ഒരു മൈനസ് ഓൾറെഡി ഉണ്ടല്ലോ, അതായത് എൻ എക്സ് മൈനസ് എം വൈ എന്നല്ലേ. എൻ എക്സ് മൈനസ് എം വൈ, അതായത് ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ എന്നല്ലേ. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, ഇതൊന്നും പരീക്ഷയ്ക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഈ ഇക്വേഷൻ മാത്രമേ പരീക്ഷയ്ക്ക് പഠിച്ചാൽ മതി.
ഓക്കെ, അപ്പോ ഇവിടെ ഈ മൈനസ് ഡോ എം ബൈ ഡോ വൈ നിന്ന് നമുക്ക് വൈ പ്ലസ് സം ജി ഓഫ് എക്സ് എഴുതാം. കാരണം വിത്ത് റെസ്പെക്ട് വൈ ആണ് ഇന്റഗ്രേറ്റ് ചെയ്ത്. അപ്പൊ ഇവിടെ ഒരു ജി ഓഫ് എക്സ് ആഡ് ചെയ്യണം. അതുപോലെ അപ്പോൾ ഇവിടെ ഒരു മൈനസ് വൈ കിട്ടും. ഇവിടുത്തെ മൈനസ് ഞാൻ ഇവിടെ കൊടുത്തു. സോ അത് മൈനസ് വൈ ആയിട്ട് മാറും. മൈനസ് വൈ ഡി എക്സ്, എം ഡി എക്സ് എന്നുള്ളത് മൈനസ് വൈ ഡി എക്സ് ആയിട്ട് മാറും. ഓക്കെ, അതുപോലെ എക്സ് ഡി വൈ എന്ന് പറയുന്നത് എന്നിന്റെ പാർട്ട് എടുക്കുക. എന്നിന്റെ പാർട്ട് എന്ന് പറയുന്നത് എൻ എക്സ് ആണ്. എൻ എക്സ് ഈക്വൽ ടു 1 ആണ്. സോ ഇതിന് ചെയ്യുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുന്ന സമയത്ത് എക്സ് പ്ലസ് സം എച്ച് ഓഫ് ഐ എന്ന് എഴുതാം. സോ എച്ച് ഓഫ് ഐയും ജി ഓഫ് എക്സും കോൺസ്റ്റന്റ് ആയിട്ട് പോകും. ഇനി തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വേഷൻ കിട്ടും. എന്നിട്ട് അതിന്റെ പകുതി എടുക്കാം, ഏരിയ ആയിക്കോട്ടെ. സോ ഇതൊരു ഐഡിയ ആണ്. ജസ്റ്റ് ഈക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഏരിയ ഈക്വൽ ടു 1/2 ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ. അപ്പൊ നമ്മൾ ഈ ഈക്വേഷനിൽ നിന്ന് ഇതിലേക്ക് എത്തുക. ഓക്കെ, ഇത് ഡബിൾ ഇന്റഗ്രൽ ആണ്. ഈ ഡബിൾ ഇന്റഗ്രലിൽ നിന്ന് നമ്മൾ ലൈൻ ഇന്റഗ്രലിലേക്ക് മാറ്റുകയാണ്. ഏരിയയുടെ ഇക്വേഷൻ ഇൻ ഫോംസ് ഓഫ് ലൈൻ ഇന്റഗ്രലിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രീൻസ് തിയറം. അവിടെ യൂസ് ചെയ്തിട്ടുള്ള തിയറം എന്ന് പറയുന്നത് ഗ്രീൻസ് തിയറം. ഇത്രയേ ഉള്ളൂ. സാധാരണ നമ്മൾ ഏരിയ കാണാൻ ഡബിൾ ഇന്റഗ്രലാണ് യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മൾ ലൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്യുന്നു. ഈ ഡബിൾ ഇന്റഗ്രലിനെ ലൈനിലേക്ക് കണക്ട് ചെയ്യുന്നത് ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഞാനിപ്പോ പറഞ്ഞ ആർഗ്യുമെന്റ് ക്ലിയർ ആണോ? അതായത് സാധാരണ നമ്മൾ ഏരിയ കാണാൻ ചോദ്യം വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുക ഡബിൾ ഇന്റഗ്രൽ ആണ്. ഡബിൾ ഇന്റഗ്രലിൽ എഫ് ഓഫ് എക്സ് വൈക്ക് 1 കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, പക്ഷെ ഗ്രീൻസ് തിയറം എന്ത് പറയുന്നു? ഒരു ലൈൻ ഇന്റഗ്രലും ഡബിൾ ഇന്റഗ്രലും തമ്മിലുള്ള ബന്ധമാണ് ആര് പറയുന്നത്? ഗ്രീൻസ് തിയറം പറയുന്നത്. അപ്പൊ ആ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ട് ആ ഡബിൾ ഇന്റഗ്രലിനെ നമ്മൾ എന്താക്കി മാറ്റിയാണ്? ഒരു ലൈൻ ഇന്റഗ്രൽ ആക്കിയിട്ട് മാറ്റണം. അപ്പൊ കിട്ടുന്ന ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, 1/2 into closed integral over c minus y dx plus x dy. Is it clear? Any doubts? Any doubts? Clear ആണോ? Clear. Okay. Yes, sir. Yes. So നമ്മൾ ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. ഈ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. യൂസ് എ ലൈൻ ഇന്റഗ്രൽ. ക്വസ്റ്റ്യൻ ഇതാണ്. യൂസ് എ ലൈൻ ഇന്റഗ്രൽ to find the area enclosed by the ellipse. To find the area enclosed by the ellipse. Enclosed by the ellipse. X square by a square plus y square by b square equal to 1. X square by a square plus y square by b square equal to 1. Answer, solution. അതായത് ലൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ട് ഈ എലിപ്സ് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ. ഇപ്പൊ ഇത് എലിപ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ. ഓക്കെ, അതിൽ ഈ പോയിന്റ് മൈനസ് എ, ഈ പോയിന്റ് എ, ഇത് ബി, ഇത് മൈനസ് ബി. ഓക്കെ, സോ ഈ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വലി നമ്മളത് ചെയ്യുക ഡബിൾ ഇന്റഗ്രൽ വെച്ചിട്ടാണ്. പക്ഷെ ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ലൈൻ ഇന്റഗ്രൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ എഴുതാം. ഏരിയ using line integral, using Green's theorem. Area using Green's theorem equal to directed equation is 1/2 integral over c minus y dx plus x dy. Minus y dx plus x dy. Okay. Minus y dx plus x dy. ഇനി ഈ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ട് ഡബിൾ ഇന്റഗ്രലിനെ നമ്മൾ ലൈൻ ഇന്റഗ്രൽ ആക്കി മാറ്റി. ഇനി നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ എടുക്കുക, വെക്ടർ ഇക്വേഷൻ ആർ വെക്ടർ ഓഫ് ടി അല്ലെ. അപ്പൊ അവിടെ എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ടി ആയിരിക്കും. ഇപ്പൊ സർക്കിൾ ആണെങ്കിൽ എക്സ് എ കോസ് ടി വൈ എ സൈൻ ടി എന്ന് കൊടുക്കും അല്ലെ നമ്മള്. പക്ഷെ ഇവിടെ സർക്കിൾ അല്ലല്ലോ, എലിപ്സ് അല്ലേ, ഇവിടെ ബി അല്ലേ. സോ ഇതിനെ ബി സൈൻ ടി എഴുതണം.
x is equal to a cos t, y is equal to b sin t. x is equal to a cos t, y equal to b sin t. ഇതാണ് ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എലിപ്സിന്റെ. b sin t, യുടെ ലിമിറ്റ് 0 t ലെസ് താൻ ഈക്വൽ ടു 2 പൈ, 0 ലെസ് താൻ ഈക്വൽ ടു t ലെസ് താൻ ഈക്വൽ ടു 2 പൈ. ഇനി അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. dx by dt എന്താ നോക്കുക. dx by dt ഈക്വൽ ടു minus a sin t. So dx is equal to minus a sin t dt. Minus a sin t dt. ഇതേപോലെ dy കാണണം. So dy by dt equal to b cos t. So dy equal to b cos t dt. അതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2 into integral 0 to 2 pi മൈനസ് y ആണ്. മൈനസ് y എന്ന് പറയുന്നത് മൈനസ് ബി സൈൻ ടി dx എന്ന് പറയുന്നത് മൈനസ് എ സൈൻ ടി ഡി ടി പ്ലസ് എക്സിന് സ്ഥാനത്ത് എ കോസ് ടി, ഡി വൈക്ക് സ്ഥാനത്ത് ബി കോസ് ടി ഡി ടി. ഓക്കെ, ഇനി വേണമെങ്കിൽ ഡി ടി കോമൺ ആയിട്ട് എടുക്കാം. ഡി ടി കോമൺ ആയിട്ട് എടുക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് സിമ്പിൾ ആണ്. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. 1/2 ഇൻറ്റു ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. സൈൻ ടി ഇൻറ്റു സൈൻ ടി സൈൻ സ്ക്വയർ ടി ആവും. അപ്പോൾ ബി സൈൻ സ്ക്വയർ ടി വരും. ഇന്റഗ്രൽ 0 to 2 പൈ ബി സൈൻ സ്ക്വയർ ടി പ്ലസ് ഇവിടെ എ ബി വരും. എ ബി അല്ല, എ ബി സൈൻ സ്ക്വയർ ടി. ഓക്കെ, എ ബി സൈൻ സ്ക്വയർ ടി പ്ലസ് എ ബി കോസ് സ്ക്വയർ ടി പുറത്ത് ഡി ടി. നീ എ ബി പുറത്തേക്ക് എടുക്കുക. എ ബി പുറത്തേക്ക് എടുക്കുക. എ ബി പുറത്തേക്ക് എടുക്കുമ്പോൾ 1/2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2 പൈ സൈൻ സ്ക്വയർ ടി. എ ബി പുറത്തേക്ക് എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി വരും. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി is 1. So it is എ ബി ഡി ടി. എ ബി കോൺസ്റ്റന്റ് ആണ്, അതും പുറത്തേക്ക് എടുക്കുക. സോ എ ബി ബൈ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2 പൈ ഡി ടി. 0 to ഇന്റഗ്രൽ ഡി ടി ടി വരും. ലിമിറ്റ് 0 to 2 പൈ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എ ബി ബൈ 2 ഇൻറ്റു 2 പൈ. So 2 ഉം 2 cancel ചെയ്യുക. So that is pi AB. That is answer pi AB. So നമുക്ക് ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് ഏരിയ കാണാം. ഏരിയ അപ്പൊ ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കുക. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. 1/2 ഇൻറ്റു ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ. മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ ചോദിക്കുകയാണെങ്കിൽ ഈ ചോദ്യം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് നേരിട്ട് അങ്ങോട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് വർക്ക് ഡൺ ചോദിക്കാം, ഏരിയ ചോദിക്കാം. അല്ലാതെ വേറെ ഒന്നും അതിൽ ശ്രദ്ധിക്കാറില്ല. പിന്നെ വേരിഫൈ ഗ്രീൻസ് തിയറം ചോദിക്കാം. പിന്നെ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ചോദിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു 4 ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഗ്രീൻസ് തിയറത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, happy? Any difficulty? മനസ്സിലാവുണ്ടോ? ഓക്കെ, നോട്ട്സ് എല്ലാവരും കൃത്യമായിട്ട് എഴുതി പോണേ. ഞാൻ നോട്ട്സ് സബ്മിറ്റ് ചെയ്യാൻ പറയും. എന്തായാലും ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ തന്നിട്ടുണ്ട്. 7th ക്വസ്റ്റ്യൻ ബാങ്ക് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ തന്നെ തന്നിട്ട് ഒരാഴ്ചയായി. സോ എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിപ്പോ ഒരു അറ്റൻഡൻസ് എടുക്കാം. അതിന് ശേഷം ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം.
T4 പറ്റുന്ന വരും. Okay. Next ഒരു question discuss ചെയ്യാം. Use Green's theorem. Use Green's theorem to find the work done. To find the work done by the force field F vector on a particle that moves along the stated path. F vector of xy equal to xy I vector plus x square by 2 plus xy j vector plus xy j vector. The particle starts from 4,0. Starts at 4,0. Transverses the upper semicircle x square plus y square equal to 16 and returns to its starting point along the x-axis. So ഇവിടെ F vector തന്നിട്ടുണ്ട്, വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. പാർട്ടിക്കിളിന്റെ പാത്ത് തന്നിട്ടുണ്ട്, പാർട്ടിക്കിൾ മൂവ് ചെയ്ത പാത്ത്. ആ പാത്തിനെയാണ് നമ്മൾ സി എന്ന് പറയാം. ഓക്കെ, അപ്പൊ പാർട്ടിക്കിൾ മൂവ് ചെയ്ത പാത്ത് എങ്ങനെയാണ്, എവിടെന്നാ തുടങ്ങിയിട്ടുള്ളത്? സ്റ്റാർട്ട്സ് അറ്റ് 4,0. Suppose this is 4 and this is 4, minus 4 and 4. 4,0 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്. ഈ പോയിന്റിൽ നിന്ന് അപ്പർ സെമി സർക്കിളിലാണ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പർ സെമി സർക്കിളിൽ മൂവ് ചെയ്ത് എവിടെ എത്തി? -4 സോ ഇങ്ങനെ -4 അതിനുശേഷം ആ സർക്കിളിലല്ല പിന്നെ മൂവ് ചെയ്തിട്ടുള്ള, ആൻഡ് റിട്ടേൺസ് ടു ഇറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. തുടങ്ങിയ സ്ഥലത്തേക്ക് ഏതി കൂടെ പോയി? എക്സ് ആക്സിൽ കൂടെ പോയി. അപ്പൊ ഇങ്ങനെ പോയി. സോ ദാറ്റ് ഈസ് അവർ സി. ഓക്കെ, സോ ദിസ് ഈസ് അവർ റീജിയൻ. ഇത് R ആണ് റീജിയന്. സോ ബൈ ഗ്രീൻസ് തിയറം നമുക്ക് ഇന്റഗ്രൽ ഓവർ സി F vector dot dr vector work done equal to integral over C F vector dot dr vector equal to double integral over R dou n by dou y minus dou m by dou x dA.
dou n by dou y minus dou m by dou x dA. ഓക്കെ, അപ്പൊ dou n by dou y കണ്ടുപിടിക്കും. ഡോ എൻ ബൈ ഡോ എക്സ് അല്ലേ? അതെപ്പോഴും ഞാൻ തെറ്റിക്കും. dou n by dou x minus dou m by dou y. Yes, correct. Thank you. dou n by dou x minus dou m by dou y dA. നിങ്ങൾ തെറ്റിക്കരുത്, ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നില്ല, നിങ്ങളാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. സോ ബി കെയർഫുൾ ബൈ റൈറ്റിംഗ് ദിസ് ഇക്വേഷൻ. dou n by dou x minus dou m by dou y ആണ്. സോ dou n by dou x എന്ന് പറയുമ്പോൾ n-നെ വിത്ത് റെസ്പെക്ട് x ചെയ്യണം. n-നെ വിത്ത് റെസ്പെക്ട് x ചെയ്യുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ r x സ്ക്വയർ ബൈ 2-നെ വിത്ത് റെസ്പെക്ട് x ചെയ്യുമ്പോൾ x അല്ലെ, 2x by 2 2 ക്യാൻസൽ ആവും. സോ ഇറ്റ് ഈസ് x. x by-നെ വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പോൾ y, സോ x പ്ലസ് y മൈനസ് x y-നെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ x dA. So x minus x cancel out. So double integral over r y dA. ഇവിടെ r എന്ന് പറയുന്നത് അപ്പർ സെമി സർക്കിൾ ആണ് അല്ലെ, റീജിയന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് അപ്പർ സെമി സർക്കിൾ ആണ്. സോ നമ്മൾ ഇതിനെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുക, അതായിരിക്കും ഏറ്റവും ഈസി മെത്തേഡ്. പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുന്ന സമയത്ത് ലിമിറ്റ് ഫുൾ സർക്കിൾ ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ഈസ് 0 to π ആയിരിക്കും. സോ 0 to π. ഇവിടെ മുകളിൽ മാറ്റിട്ട് എഴുതാം. Okay. So integral 0 to π. എന്തുകൊണ്ടാണ് പൈ ചൂസ് ചെയ്ത്? ഫുൾ സർക്കിൾ ഇല്ലാത്തതുകൊണ്ട് ഹാഫ് സർക്കിൾ ഇടും. ഫുൾ സർക്കിൾ ഉണ്ടെങ്കിലാണ് നമ്മൾ 2π ചൂസ് ചെയ്യുക. 0 to π ലിമിറ്റ് 0 to 4 വരും, കാരണം സർക്കിളിന്റെ റേഡിയസ് 4 ആണ്. സോ ഇറ്റ് ഈസ് 0 to 4 അല്ലെ. ഇവിടെ 16 ആണല്ലോ, സോ √16 ഈസ് 4. y എന്ന് പറയുമ്പോൾ നമ്മൾ വൈക്ക് സ്ഥാനത്ത് എന്ത് കൊടുക്കും? വൈക്ക് സ്ഥാനത്ത് സൈൻ തീറ്റ കൊടുക്കും അല്ലെ. വൈക്ക് സ്ഥാനത്ത് സൈൻ തീറ്റ കൊടുക്കും. എക്സ് എന്ന് പറയുന്നത് ആർ കോസ് തീറ്റ, വൈക്ക് സ്ഥാനത്ത് ആർ സൈൻ തീറ്റയാണ്. അപ്പോൾ വൈക്ക് സ്ഥാനത്ത് ആർ സൈൻ തീറ്റ, എക്സ് പോളാർ ഫോമിൽ എക്സിന്റെ സ്ഥാനത്ത് ആർ കോസ് തീറ്റ ആണ്, വൈക്ക് സ്ഥാനത്ത് ആർ സൈൻ തീറ്റയാണ്. ഓക്കെ, യെസ്. സോ ദിസ് ഈസ് ആർ സൈൻ തീറ്റ ആർ ഡി ആർ ഡി തീറ്റ. ഓക്കെ, ആർ സൈൻ തീറ്റ ഇൻറ്റു ആർ ഡി ആർ ഡി തീറ്റ. ഇനി നമ്മൾ ഈ സൈൻ തീറ്റ പുറത്തേക്ക് എടുക്കാം. 0 to π നമ്മൾ വിത്ത് റെസ്പെക്ട് ആർ ആണ് ആദ്യം ചെയ്യുന്നത്. സോ ആർ സ്ക്വയർ വരും. ആർ സ്ക്വയറിന്റെ ഇന്റഗ്രൽ r³ 3. ഇവിടെ 2 r ഉണ്ടല്ലോ, r ഇൻറ്റു ആർ ആർ സ്ക്വയർ. ആർ സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r³ 3. ലിമിറ്റ് 0 to 4 d തീറ്റ. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to π sin theta into 4³ 3. 4³ is 64. 64 by 3 is 18. അല്ല 18 അല്ല, 64 by 3 എത്ര വരിക? 64 by 3 64 by 3 തന്നെയായിരിക്കും. 64 by 3 d theta. 64 by 3 d theta. r³ 64 ആണ്. 64 by 3 പുറത്തേക്ക് എടുക്കുക. സൈൻ തീറ്റനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് തീറ്റ. ലിമിറ്റ് 0 to π. സോ ദാറ്റ് ഈസ് 64 by 3 minus cos π minus cos 0. Cos π is already -1. So പുറത്തൊരു മൈനസ് ഉണ്ട്. സോ ദാറ്റ് become പ്ലസ്. Okay. So 64 by 3 into 1. Cos 0 is minus, cos 0 is 1. So ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ -1. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. സോ +1.
So 64 into 2, 128 by 3. So that is answer. 128 by 3. So പൊതുവെ സർക്കിളോ സെമി സർക്കിളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പോളാർ ഫോം ആണ്. പോളാർ ഫോം ആകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. അല്ലാതെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ടഫ് ആയിരിക്കും. കാരണം നമ്മൾ അപ്പർ ലിമിറ്റ് 0 വരും, ലിമിറ്റ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. വൈയുടെ ലിമിറ്റ് വരിക 0 to 16 മൈനസ് എക്സ് സ്ക്വയർ വരിക. അപ്പൊ നമുക്കത് ഇന്റഗ്രേഷൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് പോകും. പക്ഷെ പോളാർ ഫോമിലേക്ക് മാറ്റിക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഗ്രീൻസ് തിയറത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ക്വസ്റ്റ്യൻ ബാങ്കിൽ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ നമ്മൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ടൈപ്പ് ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലവും ചെയ്യാൻ പറ്റും. ഓക്കെ, നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേറൊരു ടോപ്പിക്കാണ്. നാളെ നമ്മൾ സർഫസ് ഇന്റഗ്രൽസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ലൈൻ ഇന്റഗ്രൽ പോലെ തന്നെ മറ്റൊരു കൺസെപ്റ്റ് ആണ് സർഫസ് ഇന്റഗ്രൽ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ആർക്കെങ്കിലും. ഞാൻ നിങ്ങളോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അറ്റൻഡൻസിനുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങളിപ്പോ ക്ലാസ് സമയത്ത് നിങ്ങൾക്ക് വേറെ ഇന്റേൺഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഇന്റേൺഷിപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയാറുള്ളൂ. എന്തായാലും ഇത് നമ്മൾ എല്ലാ ക്ലാസ്സിന്റെയും റെക്കോർഡഡ് വീഡിയോ ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് വൺസ് നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ എന്ന് പറയുമ്പോൾ ഈ ഫുൾ ലൈവ് ക്ലാസ് ആണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടോ അതെല്ലാം നിങ്ങൾക്ക് വീണ്ടും കേൾക്കാം. ഓൺലി സബ്ജക്റ്റ് മാത്രമല്ല, സബ്ജക്റ്റ് അല്ലാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ കേൾക്കാം. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള പ്രോഗ്രാംസിന് പോകുന്നത് വളരെ നല്ലതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അങ്ങനെയുള്ള പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇവിടെ അറ്റൻഡൻസ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ക്ലാസ് മിസ്സായിട്ടായിരിക്കും നിങ്ങൾ ആ പ്രോഗ്രാമിന് പോവുക. ഇവിടെ അറ്റൻഡൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ അതിന്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എനിക്ക് വാട്സപ്പ് ചെയ്യോ അല്ലെങ്കിൽ എനിക്ക് കാണിച്ചു തരണം. എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് അറ്റൻഡൻസ് തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ പേരും പറഞ്ഞ് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യായിരുന്നെങ്കിൽ എനിക്ക് അറ്റൻഡൻസ് തരാൻ പറ്റില്ല. സോ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതിനുള്ള പ്രൂഫാണ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്. അത് നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്ത് തരികയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡൻസ് ഞാൻ തരാം. ഓക്കെ, അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് അറ്റൻഡൻസ് തരാൻ പറ്റില്ല. ഓക്കെ, അത് എന്നാണോ അറ്റൻഡൻസ് ഇന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു തരാൻ ലേറ്റ് ആവും, എന്നാലും തരാന്ന് പറഞ്ഞു. ഞാൻ അയച്ചോ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. നിങ്ങൾ തരുന്ന സമയത്തെ അറ്റൻഡൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുവരെ അറ്റൻഡൻസ് കിട്ടിയിട്ടില്ല. അതാണല്ലോ ഞാനിപ്പോ പറഞ്ഞത്. നിങ്ങൾക്ക് അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരണം അവര്. നിങ്ങൾ ആ പ്രോഗ്രാം പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ആ കിട്ടണ സമയത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ ദിവസത്തെ അവസാനം എന്തായാലും അറ്റൻഡൻസ് കൗണ്ട് ചെയ്യണ സമയത്ത് നിങ്ങൾ ഇതുപോലെ പങ്കെടുത്ത പരിപാടികളിലേക്ക് ഒന്നിച്ച് ഞാൻ കൂട്ടുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ സമയത്ത് അപ്പോഴേക്കും നിങ്ങൾ കാണിച്ചു തന്നാൽ മതി. ഓക്കെ, അല്ലാതെ ഇപ്പൊ കിട്ടാത്ത സാധനം കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. കിട്ടുമ്പോ അത് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ പറയാനുള്ള കാര്യം അറ്റൻഡൻസ്, ലേറ്റ് അറ്റൻഡൻസ് ഒന്നും തന്നെ പരിഗണിക്കില്ല. നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. അതിന് ഞാൻ 5 മിനിറ്റ് സമയം തരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. ലേറ്റ് ആയിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നവർക്കൊന്നും തന്നെ അറ്റൻഡൻസ് കിട്ടില്ല. അത് സാർ ഇന്റത് അങ്ങനെ രണ്ടോട്ട് ലേറ്റ് ആയിട്ടുണ്ട് സാർ. ക്ലാസ് ടൈമിൽ ഇടുമ്പോ എനിക്ക് അത് കിട്ടണില്ല. ഒന്നെങ്കിൽ റേഞ്ച് ഇഷ്യൂ ആവും, അതുകൊണ്ടാവും എന്തോ എനിക്ക് കിട്ടണില്ല. എന്റേത് 2 അറ്റൻഡൻസ് അങ്ങനെ മിസ്സിംഗ് ആയിട്ടുണ്ട്. അതിന് അറ്റൻഡൻസ് ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അതിപ്പോ ഞാനെന്താ കേട്ട, റേഞ്ച് എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അത് ഇല്ല വരുന്നില്ലല്ലോ. എനിക്കത് പ്രായോഗികമായിട്ട് മനസ്സിലാവാത്തൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോ നിങ്ങൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അത്ര തന്നെ റേഞ്ച് വേണ്ട നിങ്ങൾക്ക് ശരിക്കും ഗൂഗിൾ ക്ലാസ് റൂമിൽ പോയി അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം അല്ലേ? അത് സെർച്ച് ചെയ്യുന്ന ടൈമില് ഫോണിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഗൂഗിൾ ക്ലാസ് റൂം വർക്ക് ചെയ്യുമ്പോ ചിലപ്പോ ബാക്കി അത്ര നെറ്റ് പോയി വരില്ല. ഒരു കാര്യം പറയാം, നിങ്ങൾ എത്രത്തോളം റെസ്പോൺസിബിൾ ആണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് ഇപ്പോ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ നിങ്ങൾ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് അവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് മാർക്ക് ചെയ്യണം അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ എന്നോട് പറയാലോ, സാർ എനിക്കിപ്പോ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അൻഷ പറഞ്ഞിട്ടില്ല. അൻഷ അന്ന് സാറിനോട് പറഞ്ഞു സാർ എനിക്ക്
എപ്പോഴും ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അൻഷ പറയണ 2-3 ദിവസം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ എനിക്ക് എങ്ങനെ 2 ദിവസം അതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അല്ല, നിങ്ങൾ ഇതിനെ റീസൺ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ തരാൻ പോണില്ല. ഓക്കെ, യു ക്യാൻ കംപ്ലൈന്റ് HOD, നോ ഇഷ്യൂ. നിങ്ങൾക്ക് അല്ല സാർ, ഒരു വട്ടം ഞാൻ പറഞ്ഞു, ആ ഒരു വട്ടത്തെ അറ്റൻഡൻസ് എങ്കിലും എനിക്ക് തന്നെ പറ്റും. ഞാനത് പറഞ്ഞില്ലേ? ആയിക്കോട്ടെ, ആ ഒരു ദിവസത്തെ ഞാൻ തരാം, കഴിഞ്ഞില്ലേ? ഓക്കെ. ഓക്കെ, ഞാൻ പൊതുവായിട്ട് പറയാണ്, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യണം. ഞങ്ങൾക്ക് ഒന്നും തരാൻ പറ്റില്ല. മുദാസിർ എപ്പോഴാ പറഞ്ഞിട്ടുള്ളത് മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത്? എപ്പോഴെങ്കിലും ഒരു ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ടോ സാറേ എനിക്ക് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റി? ഞാൻ അതിനാണല്ലോ ഇവിടെ വന്ന് നിങ്ങൾ മാർക്ക് ചെയ്തു എന്നുള്ളത് കമന്റ് ചെയ്യാൻ പറയണത്. ഓക്കെ, നിങ്ങൾ അവിടെ മാർക്ക് ചെയ്തു എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് കമന്റ് ചെയ്യാൻ പറയണത്. അപ്പൊ ഞാൻ അറ്റൻഡൻസ് എന്തുകൊണ്ടാണ് 5 മിനിറ്റ് സമയം തരുന്നത്? നിങ്ങൾ ക്ലാസ്സിൽ ആക്റ്റീവ് ആണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മറിച്ച് ഞാനൊരു 15-20 മിനിറ്റ് സമയം തന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, പക്ഷെ ഈ 5 മിനിറ്റ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താ? ഈ 5 മിനിറ്റ് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറയുന്നതിന്റെ റീസൺ, അത്രയും സമയം നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു 5 മിനിറ്റ് പോലും നിങ്ങൾ വിട്ടുപോയിട്ടില്ല. ഓക്കെ, അപ്പൊ ആ ഒരു നിങ്ങളുടെ അറ്റൻഷൻ, അല്ലാതെ എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കില്ല. നിങ്ങൾ എന്റെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കില്ല. നമ്മളൊരു പരസ്പര വിശ്വാസത്തിന്റെ പുറത്താണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഈ എഫേർട്ട് എടുത്ത് ലൈവ് ക്ലാസ് എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? നിങ്ങൾക്ക് കൃത്യമായി ഇന്ററാക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു റെക്കോർഡഡ് വീഡിയോ എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പക്ഷെ ഈ ഒരു ടോപ്പിക്സ് ഒന്നും അങ്ങനെ റെക്കോർഡഡ് വീഡിയോ മാത്രം കേട്ടതുകൊണ്ട് മനസ്സിലാവില്ല. കൃത്യമായ ഒരു ഇന്ററാക്റ്റോട് കൂടി, അതായത് ഓരോ പ്രോബ്ലവും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ മാത്രമേ, റെക്കോർഡഡ് വീഡിയോയിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റെക്കോർഡഡ് വീഡിയോയിൽ നമ്മൾ ആ ഒരു സാധനം ഒറ്റ തവണ എക്സ്പ്ലെയിൻ ചെയ്യും, അത്രല്ലേ ഉള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല, നമുക്ക് വീണ്ടും വീണ്ടും ആ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ലൈവ് ക്ലാസ്സസ് എടുക്കുന്നത്. ഇനിയിപ്പോ ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് മിസ്സായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അത് പഠനത്തെ ബാധിക്കാതിരിക്കാനാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലൊരു മെത്തേഡായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്തു? നിങ്ങൾ ഇതിന്റെ ഫീഡ്ബാക്ക് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണത് ഇത് മതി, ഇത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ അറ്റൻഡൻസിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ സമയത്ത് തന്നെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. അത് നിർബന്ധമാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുമ്പോഴാണ്. മറിച്ച് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് പോകാൻ പറഞ്ഞാലും 2-3 പേര് സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കും. കാരണം അവരിവിടെ ശ്രദ്ധിക്കുന്നില്ല, അവരത് ഓൺ ചെയ്തിട്ടിട്ട് എന്തോ പണി ചെയ്യാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നതൊന്നും അവർ അനുസരിക്കാത്തത്. ഓക്കെ, അപ്പൊ അതുപോലെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അറ്റൻഡൻസ് ആ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റിൽ നിങ്ങൾ മാർക്ക് ചെയ്യണം. ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് 5 മിനിറ്റ് കൊണ്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി അൻഷ പറഞ്ഞ പോലെ എന്തെങ്കിലും സാഹചര്യം വെച്ചാൽ നെറ്റിന്റെ ഇഷ്യൂ എന്തെങ്കിലും, അതൊക്കെ പ്രായോഗികമായിട്ട് സംഭവിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആ സമയത്ത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ 5 മിനിറ്റിനുള്ളിൽ എന്നോട് പറയാം. ഇപ്പൊ 9:30-ക്കാണ് ഞാൻ അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 9:35 നിങ്ങൾക്ക് അപ്പൊ തന്നെ പറയാം, സാറേ 5 മിനിറ്റിനുള്ളിൽ എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് 9:45-നല്ല പറയേണ്ടത്, അപ്പൊ പറയണം. ആ 9:35 പറയണം. കാരണം നിങ്ങൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറ്റൻഡൻസ് തരാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെയാണ് പ്രിൻസിപ്പാളും പറഞ്ഞിട്ടുള്ളത്. സോ എനിക്ക് നിങ്ങളോട് ദേഷ്യമോ വിരോധമോ ഒന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല. നമുക്കൊരു സിസ്റ്റം വേണം. കാരണം ഓൺലൈൻ ക്ലാസ് നമ്മൾ ചെയ്യുന്നത് ഒരു പരസ്പര വിശ്വാസത്തിന്റെ പുറത്താണ്. അപ്പൊ അവിടെ ഒരു വിശ്വാസം ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റും. ഓക്കെ, എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ഫ്രീ ടു കോൾ മീ ഓർ മെസ്സേജ് മീ, നോ ഇഷ്യൂ. ഞാൻ പലപ്പോഴും നിങ്ങളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് യാതൊരു വിഷമവും വിചാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്, നോ ഇഷ്യൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാത്തവർക്ക് എക്സിറ്റ് അടിച്ചു പോകാം. സാറേ, പറഞ്ഞോളൂ. സാറ് അപ്ഗ്രേഡ് ചെയ്തോ? റാം അപ്ഗ്രേഡ് ചെയ്തോ? ഇല്ല, അത് ചെയ്യണം. അത് ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ടേ
അങ്ങോട്ട് പോവാൻ പറ്റിയ അല്ലേ സാറിന്റെ SSD ആണോ HDD ആണോ വരുന്നേ? അതുമായി ഈ SSD ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് കിട്ടും സാർ. എന്തായിരുന്നെങ്കിൽ SSD ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സോളിഡ് സ്ട്രേറ്റ് എന്ന് പറയും. HDD അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ? SSD ആണെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ സാറിന് റാം ഇപ്പോ i3 ആണെന്ന് പറഞ്ഞല്ലോ. സാറിന് ചിലപ്പോ ചില ഇതിലൊന്നും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സാർ അതില് മോഡൽ നമ്പർ നോക്കേണ്ടി വരും. ചില സിസ്റ്റത്തിനുള്ളിൽ ചിലപ്പോ ഈ റാം അപ്ഗ്രേഡ് ചെയ്യാൻ. അതിപ്പോ എങ്ങനെയാന്ന് എന്ത് നോക്കിയാലും അറിയാ? സാറിന്റെ ഇത് നോക്കൂ, അതിൽ ഉണ്ടാവും. അതിന്റെ കൺട്രോൾ പാനലിൽ നോക്കിയാൽ അതിൽ കാണാൻ പറ്റും. സാർ എന്റെ സിമ്മിൽ കുറച്ച് ദിവസമായിക്കാണ്ട് റേഞ്ച് ഇല്ല. VI ആണ്, വഡാഫോണാണ്. അപ്പൊ ക്ലാസ് കട്ടായി കണ്ട കേക്കണേ. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? അല്ല, കുറച്ച് ദിവസമായി ക്ലാസ് ഇങ്ങനെ കട്ടായി കേക്കണേ. അതല്ലേ റെക്കോർഡഡ് വീഡിയോ ഉണ്ടല്ലോ. പിന്നെ ഇന്ന് പ്രസന്റ് ഇട്ടപ്പോഴും പിന്നെ ഒരു 2 മിനിറ്റ് ലേറ്റ് ആയി. എന്താ 2 മിനിറ്റ് ലേറ്റ് ആയി? അതിന് പിന്നെ ക്ലാസ് റൂം ഓപ്പൺ ആയിക്കാണ്ട് വരാൻ കുറച്ച് ടൈം എടുത്തു. അതപ്പൊ തന്നെ പറയാല്ലേ. പിന്നെ സാർ ആ ടൈം നോക്കി. ആയിക്കോട്ടെ.